ബറാഅത്തിന്റെ രാവ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം. അന്നത്തെ രാവിൽ അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യം, യജമാനനായ റബ്ബ്, ആ റബ്ബിന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അള്ളാന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോ അല്ലാഹ് ചോദിക്കുകയാണ്, ഇന്നത്തെ രാവിൽ എന്നോട് മാപ്പ് ചോദിക്കുന്നവനുണ്ടോ? അതാ ഞാൻ അവന് മാപ്പ് നൽകുന്നു. ഇതുപോലെ തന്നെ അല്ലാഹ് ചോദിക്കുകയാണ്, ഇന്നത്തെ രാവിൽ എന്തെങ്കിലും എന്നോട് റിസ്ക് ചോദിക്കുന്നവനുണ്ടോ? അവന് ഞാനിതാ റിസ്ക് നൽകുന്നു. ഇതുപോലെ പ്രയാസങ്ങളിൽ നിന്ന് അതേ രക്ഷ ലഭിക്കണമെന്ന് കരുതിയിട്ട് എന്നോട് ദുആ ചെയ്യുന്നുണ്ടോ? ഞാനതാ അവന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ശഅബാൻ 15-ാം രാവ് ലൈലത്തുൽ ബറാഅത്തിന്റെ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് ഇബ്നു റജബുൽ ഹംബലി തങ്ങളിലെ ത്വായിഫുൽ മആരിഫിൽ രേഖപ്പെടുത്തിയില്ലേ? ആ ബറാഅത്തിന്റെ രാവിൽ അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോ ഇമാമിങ്ങൾ പറഞ്ഞില്ലേ, അതേ തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, 7 വിഭാഗം ആളുകൾക്ക്, 6 വിഭാഗം ആളുകൾക്ക് അന്നത്തെ രാവിലും അല്ലാഹ് പുറത്തു കൊടുക്കൂല. അവർക്ക് ഏത് നല്ല രാവായാലും അവർക്ക് കഷ്ടം തന്നെ. ഏതാണ് ആ 6 വിഭാഗം? ആരാണ് ആ 6 വിഭാഗം ആളുകൾ? ഒന്ന് ജ്യോത്സ്യന്മാരാണ്. ജ്യോത്സ്യപ്പണിയെടുക്കുന്നവർക്ക് അന്ന് പോലും അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. രണ്ടാമത്തേത് സാഹിർ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ സിഹിർ ചെയ്ത് ശല്യം ചെയ്ത് നടക്കുന്ന, സിഹിർ ചെയ്ത് ജനങ്ങൾക്ക് ശല്യം ചെയ്ത് നടക്കുന്നവരില്ലേ, അവർക്ക് ബറാഅത്തിന്റെ രാവിൽ പോലും അല്ലാഹ് പുറത്തു കൊടുക്കൂല. ഇനി മൂന്നാമത്തേത് മുശാഹിൻ. പിണങ്ങി നടന്നവനുണ്ടോ? കുടുംബത്തിൽ പിണങ്ങിയവനുണ്ടോ? അയൽ വീട്ടുകാരിൽ പിണങ്ങിയവനുണ്ടോ? നാട്ടുകാർക്കിടയിൽ പിണങ്ങിയവനുണ്ടോ? മറ്റുള്ളവർക്കിടയിൽ പിണങ്ങി നടന്നവനുണ്ടോ? അവർക്ക് അന്നത്തെ രാവിൽ പോലും അല്ലാഹ് പുറത്തു കൊടുക്കൂല. ഇനി നാലാമത്തെ വിഭാഗം മുദ്മിനു ഖംർ. ലഹരി ഉപയോഗിച്ച് നടക്കുന്നവനുണ്ടോ? കള്ളുപയോഗിച്ച് നടക്കുന്നവനുണ്ടോ? കഞ്ചാവ് ഉപയോഗിക്കുന്നവനുണ്ടോ? ലഹരിക്ക് അഡിക്റ്റ് ആയി പോയവനുണ്ടോ? അല്ലാഹ് അന്നത്തെ രാവിൽ പുറത്തു കൊടുക്കൂല. ഇനി അഞ്ചാമത്തെ വിഭാഗം ആരാണ്? വാലിദൈനി. മാതാപിതാക്കളെ നിസ്സാരപ്പെടുത്തിയവനുണ്ടോ? ഉമ്മ ബാപ്പമാരെ മനസ്സ് വേദനിപ്പിച്ചവനുണ്ടോ? അവർക്ക് അന്നത്തെ രാവിൽ പോലും അല്ലാഹ് പൊറുക്കൂല. ഇനി ആറാമത്തെ അവസാനത്തെ വിഭാഗം ആരാണ്? വ്യഭിചാരത്തിന്മേൽ ഉറച്ചു നിന്നവനുണ്ടോ? ഇപ്പോഴും അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തുന്നവനില്ലേ? ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് നടക്കുന്നവനില്ലേ? ബോയ് ഫ്രണ്ടിനെ കൊണ്ട് നടക്കുന്നവളില്ലേ? നിങ്ങളെ കൽബിൽ ഒരു അന്യ പെണ്ണിനെ കൊണ്ട് നടക്കുന്നുണ്ടോ? ഓ വാത് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങളെ മനസ്സിൽ ഒരു അന്യ ആണിനെ കൊണ്ട് നടക്കുന്നുണ്ടോ? നിങ്ങൾ വ്യഭിചാരത്തിന്മേൽ ഉറച്ചവരാണ് കേട്ടോ. ചില കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള സ്ത്രീകൾക്ക് ചില പണിയുണ്ട്. എന്താണെന്നറിയുമോ? അതേ കല്യാണം കഴിഞ്ഞ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. അവളോട് പറയാണ്, നിനക്ക് നിന്റെ ഭർത്താവ് വേണ്ട, ഞാൻ നിനക്ക് വേറൊരുത്തനെ ഒപ്പിച്ചു തരാം. ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ പറയാണ്, സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യയെ കുറിച്ച് ഭാര്യന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണുങ്ങൾ, നിനക്ക് നിന്റെ ഭർത്താവ് വേണ്ട, നിനക്ക് വേറൊരു ചെക്കനെ ഞാൻ ഒപ്പിച്ചു തരാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സിനയിലേക്ക് പ്രേരിപ്പിക്കുന്നവർ, സിനയിൽ ഉറച്ചു നിൽക്കുന്നവർ, ബറാഅത്തിന്റെ രാവിൽ പോലും അല്ലാഹ് അവർക്ക് പൊറുക്കൂല എന്ന് പറഞ്ഞാൽ കാര്യം വലിയ അപകടമല്ലയോ? കാര്യം വലിയ ഗുരുതരമല്ലയോ? ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം.